ഹായ് ഓൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മുഖവരി ഒന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാലോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. 2024 നടന്ന ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഫ്രഞ്ച് വിപ്ലവമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, സമാധാനം, ഭൂമി, അപ്പം, ജനാധിപത്യം, എനിക്ക് ശേഷം പ്രളയം. അപ്പം ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 3ഉമാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അതുപോലെ എനിക്ക് ശേഷം പ്രളയം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് മഹാരാജ കേരളവർമ്മ മഹാരാജാവാണ് ഐക്യ കേരള തമ്പുരാൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരം, അത് മഹാത്മാഗാന്ധിയാണ്. അതുപോലെ തന്നെ ചമ്പാരൻ സത്യാഗ്രഹം ആരാണ്? മഹാത്മാഗാന്ധിയാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം, അതും ആരുമായി ബന്ധപ്പെട്ടതാണ്? മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ചാനാർ ലഹള മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. അപ്പോൾ ചാനാർ ലഹളയാണ് ഇവിടെ കൂട്ടത്തിൽപ്പെടാത്തത്. 1, 2, 3 കൂട്ടത്തിൽ പെടുന്നത്. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ ശരിയായവ ഏത്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ആരൊക്കെയാണ്? അത് മുഹമ്മദ് അലി, ഷൗക്കത്ത് അലിയാണ്. മുഹമ്മദ് അലി ജിന്നയും ഷൗക്കത്ത് അലിയുമാണ് നമ്മുടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ. അടുത്തത്, ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചത് ഏത് ഉപഗ്രഹമാണ്? ഇൻസാറ്റ് 3DS. കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്റ്റീരിയോസ്കോപ്പാണ് കേട്ടോ. ഉത്തരം ഏതാണ്? സ്റ്റീരിയോസ്കോപ്പ്. ക്വസ്റ്റ്യൻ എന്താണ്? ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അടുത്തത്, സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖ. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖ. അടുത്തത്, ഡോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതശിഖരം. ഡോഡാബേട്ട കൊടുമുടി എവിടെയാണ്? നീലഗിരി കുന്ന്. അടുത്തത്, ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് കൊൽക്കത്ത. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം കൊൽക്കത്ത. പശ്ചിമഘട്ടത്തിൽ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചിന്നാർ. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ. അടുത്തത്, ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം മനു ഭാക്കർ. ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്നത് മനു ഭാക്കർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ശരിയാണ്. മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. അല്ല, വ്യവസായമായിരുന്നു അല്ലേ? വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അത് ശരിയാണ്. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. ശരിയാണ്. അപ്പോൾ ബന്ധമില്ലാത്തത്, രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് രണ്ടാമത്തെ ഓപ്ഷനാണ്. 1, 3, 4 ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? എന്താണ്? ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. അടുത്തത്, താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതാണ്? വാണിജ്യ ബാങ്കുകളാണ്. ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് വാണിജ്യ ബാങ്കുകൾ. അപ്പോൾ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ, ഇൻഷുറൻസ് ബാങ്കുകൾ, മ്യൂച്വൽ സേവിങ്സ് ബാങ്കുകൾ എന്നിവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിൻ്റെ വക്താവ് MS സ്വാമിനാഥനാണ്. ശരിയാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇതാണ് ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെട്ടിരിക്കുന്നു. ശരിയാണ്.
രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണിത്. ശരിയാണ്. ഹരിത വിപ്ലവം വ്യാവസായിക വികസനം സാധ്യമാക്കി. തെറ്റാണല്ലേ? അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളതാണ് 1, 2, 3. വക്താവ് MS സ്വാമിനാഥൻ ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടു. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ്. അടുത്തത്, പാലിൻ്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപ്പാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? എത്രയാണ്? 3-ാം സ്ഥാനമാണ് ഉള്ളത്. അടുത്തത്, 16-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? അരവിന്ദ് പനഗരിയ. 16-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ടത് അരവിന്ദ് പനഗരിയ. അടുത്തത്, ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നവയിൽ ഏതാണ്? ആർട്ടിക്കിൾ 312. ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 312. അടുത്തത്, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ്? എത്രാമത്തെയാണ്? 7-ാമത്തെ പട്ടിക. അതായത് യൂണിയൻ ഗവൺമെൻറ്റിനെയും സംസ്ഥാന ഗവൺമെൻറ്റിനെയും അധികാരങ്ങൾ വിഭജിക്കുന്നത് ഈ ലിസ്റ്റുകൾ ഭരണഘടനയുടെ 7-ാമത്തെ പട്ടികയിലാണ് പറയുന്നത്. അടുത്തത്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതാണ്? അതിൽ 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? ഫിനാൻസ് കമ്മീഷൻ 1951 രൂപം കൊണ്ട ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KC നിയോഗി ആയിരുന്നു. ശരിയാണ്. ഫിനാൻസ് കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതാണ്. ശരിയാണ്. അർത്ഥ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി. ശരിയാണ്. അർത്ഥ ജുഡീഷ്യൽ സ്വഭാവമില്ല, അത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് 1, 2, 3. അടുത്തത്, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? 1993 രൂപീകൃതമായി. ശരിയാണ്. 102-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം നേടി. ശരിയാണ്. കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് പ്രധാനമന്ത്രിക്കാണ്. തെറ്റാണ് അല്ലേ? കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. അതാണ് ശരി. അപ്പം നമ്മുടെ ഉത്തരം വരുന്നത് 1, 2, 4 അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ ആറ്റോമിക എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ആരാണ് അത്? ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്. ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ശ്രീ കിഷോർ മക്വാന. കേരളത്തിലെ ചീഫ് സെക്രട്ടറി പദവിയിൽ എത്തിയ ആദ്യ വനിതയാണ് പത്മ രാമചന്ദ്രൻ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ 309-ാം അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമ വേതന ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? കേരള സിവിൽ സർവീസ് ചട്ടങ്ങളാണ്. അപ്പോൾ അത് ആർക്കാണ്? അത് കേരള ഗവൺമെൻറ്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 309 പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? കേരള ഗവൺമെൻറ്റിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? തണ്ണീർത്തടങ്ങൾ. അടുത്തത്, വിവാഹബന്ധം ഏർപ്പെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് താഴെ പറയുന്നവയിൽ ഏതാകുന്നു? അതാരാണ്? ഷബാനു കേസാണ് കേട്ടോ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ച് സംസ്ഥാനത്ത് രൂപീകൃതമായ ഏജൻസിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാന ദുരന്ത നിവാരണ നയം രൂപീകരിക്കുന്നു, പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുന്നു, വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. ഇവയെല്ലാം ശരിയാണ്. അടുത്തത്, സമൂഹത്തിൽ വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്നു തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? കാതോർത്ത് പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് അവരുടെ താമസ സ്ഥലത്ത് തന്നെ ഓൺലൈനായിട്ട് കൗൺസിലിംഗ് സൗകര്യവും നിയമസഹായം ഒക്കെ കൊടുക്കുന്നു. അതൊക്കെ ഇപ്പം ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആ പദ്ധതി ഏതാണ്? കാതോർത്ത് പദ്ധതി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ താഴെ പറയുന്നവയിൽ ആരാണ്? P. സതീദേവിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ. അടുത്തത്, മസ്തിഷ്കത്തിൻ്റെ
വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏവയ്ക്കാണ്? അപ്പോൾ നമുക്ക് ശരിയല്ലാത്തത് 3, 4 ആണ്. അപ്പോൾ ശരി ഏതാണ്? സെറിബെല്ലം ശരീരത്തിൻ്റെ തുലന നില പരിപാലിക്കുന്നു. സെറിബ്രം ചിന്താബുദ്ധി ഓർമ്മ എന്നിവയുടെ കേന്ദ്രമാണ്. ഇവ രണ്ടും ശരിയാണ് കേട്ടോ. മെഡുല ഒബ്ലാങ്കേറ്റയും ഹൈപ്പോതലാമസും തിരിഞ്ഞാണ് വരേണ്ടത്. മെഡുല ഒബ്ലാങ്കേറ്റ ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഹൈപ്പോതലാമസോ ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവയ? 1 എ വൈറ്റമിൻ എ നിശാന്തത ശരിയാണ്. ദെൻ വൈറ്റമിൻ ഡി റിക്കറ്റ്സ് 1, 4 ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസിന് കാരണമായ രോഗമാണോ? ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസിന് കാരണം വൈറസാണ് കേട്ടോ, വൈറസ്. അടുത്തത്. പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇതിൽ ഉയർന്ന രക്തസമ്മർദ്ദമാണ് പുകവലി മൂലമുള്ളതിൽ ഉൾപ്പെടാത്തത്. ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ ഇവയെല്ലാം പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. അടുത്തത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? എലിപ്പനി ഡിഫ്തീരിയ. ബാക്ടീരിയ പരത്തുന്നതാണ് എലിപ്പനി ഡിഫ്തീരിയ. അടുത്തത്. പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിന് ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? നയനാമൃതം പദ്ധതി. ഏതാണ്? നയനാമൃതം. താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത്? ടി സുനന്ദാമയാണ്. ബാക്കി AV കുട്ടിമാളുവമ്മ, അക്കാമ ചെറിയാൻ, ആനി മസ്കറിൻ ഇവരെല്ലാവരും കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. വന്ദേ മാതരം ഏതു വിഭാഗത്തിൽ പെടുന്നു? എന്താണ്? ഉറുദു പത്രമാണ് വന്ദേ മാതരം. മനുഷ്യന് ചില മൗലിക അവകാശങ്ങൾ ഉണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? അത് ജോൺ ലോക്കിൻ്റേതാണ്. സന്യാത് സെന്നിൻ്റെ തത്വങ്ങൾ ഏവയാ? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം ഇവയൊക്കെയായിരുന്നു സന്യാത് സെന്നിൻ്റെ തത്വങ്ങൾ. സ്വാതന്ത്ര്യം അതിൽ ഉൾപ്പെടുന്നില്ല. UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണുള്ളത്? 193 അംഗങ്ങളാണ് ഉള്ളത്. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് നാക്കിംഗ് ഉടമ്പടി. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി നാക്കിംഗ് ഉടമ്പടി. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എങ്ങനെയും അറിയപ്പെടുന്നു? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അറിയപ്പെടുന്നതാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അടുത്തത്. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് സൂര്യനും ഭൂമിയും അടുത്തടുത്തായി വരുന്നത്. പെരിഹീലിയൻ എന്ന് വെച്ചാൽ എന്താണ്? സൂര്യനും ഭൂമിയും അടുത്തടുത്തായിട്ട് വരുന്നു. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത. അടുത്തത്. റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം ഹൈദരാബാദ്. ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? കാക്കിനഡ, പുതുച്ചേരി. പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻ ആയ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? കരുതൽ ചൈൽഡ് കെയർ ആണ്. കരുതൽ ചൈൽഡ് കെയർ. പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രിൻസിപ്പിറ്റേഷൻ ഇൻഡെക്സ്? അതെന്തിനാണ്? അത് വരൾച്ചയാണ് കേട്ടോ. എന്ത് നിരീക്ഷിക്കാനാണ് ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ് എന്ന് ചോദിച്ചാൽ അത് വരൾച്ച. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? അത് IIT ബോംബെ ആണ് കേട്ടോ. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് IIT ബോംബെ. അടുത്തത്. താഴെ പറയുന്ന പ്രസ്താവന ശ്രദ്ധാപൂർവം വായിക്കുക.
900 ഗ്രാം പിണ്ഡം മാസ് വരുന്ന സീൽ ചെയ്യാത്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് പിക്ക് 450 സെൻറ്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുണ്ട്. 150 ഗ്രാം പിണ്ഡം മാസ് വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് ക്യൂവിന് 300 സെൻറ്റിമീറ്റർ വ്യാപ്തമുണ്ട്. ജലത്തിൻ്റെ സാന്ദ്രത 1000 കിലോഗ്രാം മീറ്റർ ക്യൂബ് ആണ്. ഈ രണ്ട് പാക്കറ്റുകളും ജലത്തിൽ ഇട്ടാൽ എന്ത് സംഭവിക്കും? പി മുങ്ങും, ക്യൂ പൊങ്ങിക്കിടക്കും. അതായത് 900 ഗ്രാം മാസ് വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് പിക്ക് 450 സെൻറ്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുണ്ട്. 150 ഗ്രാം പിണ്ഡം മാസ് വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് ക്യൂവിന് 300 സെൻറ്റിമീറ്റർ വ്യാപ്തമുണ്ട്. വെള്ളത്തിൻ്റെ സാന്ദ്രത 1000 കിലോഗ്രാം മീറ്റർ ക്യൂബ്. അപ്പോൾ പിയിനും ക്യൂവിനും അവിടെ സംഭവിക്കുന്നത് എന്താണ്? പി മുങ്ങിപ്പോകുന്നു വെള്ളത്തിലേക്ക്, ക്യൂ പൊങ്ങിക്കിടക്കും. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ശബ്ദത്തിൻ്റെ ഘോഷം മനുഷ്യൻ്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു. ശരിയാണ്. ശബ്ദത്തിൻ്റെ തീവ്രത മനുഷ്യൻ്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിക്കുന്നില്ല. അത് ശരിയാണ്. ഇനി തിരിച്ച്, ശബ്ദത്തിൻ്റെ ഘോഷം ഒരു ഭൗതിക അളവായി അളക്കാൻ സാധിക്കുന്നതാണ്. തെറ്റാണ്. ശബ്ദത്തിൻ്റെ തീവ്രത ഒരു ഭൗതിക അളവായി അളക്കാൻ കഴിയില്ല. അതും തെറ്റാണ്. അപ്പം ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ്. ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദ തരംഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇൻഫ്രാ സൗണ്ടാണ്. ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് പ്രഭവ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദ തരംഗം താഴെ പറയുന്നതിൽ ഏതാണ്? ഇൻഫ്രാ സൗണ്ടാണ്. ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഈ സംഘടന ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവാണ്. ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ്. ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഈ സംഘടന ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്കായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ്. അടുത്തത് 2023 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണ്? പിയറി അഗസ്റ്റിനി, ഫെറൻ ക്രൗസ്, ആൻ എൽ ഹൂലിയർ എന്നിവരായിരുന്നു. ഇപ്പം നമുക്ക് 2025 പഠിക്കണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത്, രക്തത്തിൻ്റെ pH അല്പം ക്ഷാര സ്വഭാവമുള്ളതാണ്. അതിൻ്റെ pH തിരിച്ചറിയുക. 7.4. രക്തത്തിൻ്റെ pH 7.4. താഴെ തന്നിരിക്കുന്നതിൽ രാസമാറ്റം ഏതിൽ സംഭവിക്കുന്നു? രക്തത്തിൻ്റെ pH ഏതാണ്? 7.4. ഇനി താഴെ തന്നിരിക്കുന്നതിൽ രാസമാറ്റം സംഭവിക്കുന്നത് നോക്കിക്കേ. ഐസ് ഉരുകുന്നത് രാസമാറ്റമാണോ? അല്ല. മെഴുകുതിരിക്കുന്നത് രാസമാറ്റമാണോ? അല്ല. നമുക്ക് വീണ്ടും അതിനെ മെഴുകാക്കാം അല്ലേ? ഇനി ഇരുമ്പ് തുരുമ്പിക്കുന്നത് അത് രാസമാറ്റമാണ്. മുട്ട തിളയ്ക്കുന്നത് അതും രാസമാറ്റമാണ്. അപ്പോൾ രാസമാറ്റം സംഭവിക്കുന്നതിന് ഉദാഹരണം 3ഉം 4ഉമാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു. ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഏത് പദാർത്ഥം ഉപയോഗിക്കുന്നു? ഹൈഡ്രജൻ പെറോക്സൈഡ്. അടുത്തത്, ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അത് അഭിനവ് ബിന്ദ്രയാണ് കേട്ടോ. അഭിനവ് ബിന്ദ്ര. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ PC ഗോപാലൻ. തന്നതില്ല പരന്നുള്ളു കാട്ടുവാനൊന്നുമേ, നരനുപായമീശ്വരൻ എന്നു ഭാഷയിത അപൂർണമിങ്ങഹോ, വന്നുപോ പിഴയുമർത്ഥശങ്കയാൽ. ഈ വരികളുടെ കർത്താവ്
കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. കുമാരനാശാൻ്റെ നളിനിയിലെ വരികളാണ് തന്നിരിക്കുന്നത്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായത് 1998. പ്രസൻറ്റ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. പ്രേംകുമാർ ആയിരുന്നു, മാറിയിട്ട് ഇപ്പോൾ ആരാണ് ആയിരിക്കുന്നത്? റസൂൽ പൂക്കുട്ടി. കറണ്ട് അഫേഴ്സ് ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആരാണ്? അത് പാർവതി ബറുവ. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ. അടുത്തത് വിവരസാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ. 66A എന്താണ്? ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ. അടുത്തത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസാണ് NIC. അടുത്തത് IoT എന്നത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. IoT എന്താണ്? ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ് ഇവിടെ? ഒറാക്കിൾ, MS Excel, MySQL. അതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഒറാക്കിളാണ് കേട്ടോ. അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് WAN. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് WAN. ഇതിൽ ഏതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം? മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, ദേശീയ വനിതാ കമ്മീഷൻ, പട്ടികജാതി കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ. ഭരണഘടനാ സ്ഥാപനം ഏതാണ്? അത് ദേശീയ പട്ടികജാതി കമ്മീഷനാണ്. അപ്പോൾ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഇവയൊന്നും ഭരണഘടനാ സ്ഥാപനമല്ല കേട്ടോ. അടുത്തത് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകൾ ഏതൊക്കെയാണ്? സംരക്ഷണ ഉത്തരവ് അദ്ദേഹത്തിന് പുറപ്പെടുവിക്കാം. താമസ സൗകര്യത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാം. നഷ്ടപരിഹാരത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാം. കസ്റ്റഡി ഉത്തരവും പുറപ്പെടുവിക്കാം. അപ്പോൾ ഇത് 4 ശരിയാണ് കേട്ടോ. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകളാണ് ഈ 4. സംരക്ഷണ ഉത്തരവ്, താമസ സൗകര്യത്തിനുള്ള ഉത്തരവ്, നഷ്ടപരിഹാരത്തിനുള്ള ഉത്തരവ്, കസ്റ്റഡി ഉത്തരവ് എന്നിവ. വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. താഴെ പറയുന്നവയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം പുതുതായി ഉൾക്കൊള്ളിച്ചത് ഏതാണ്? കൊമേഴ്സ്, ഓൺലൈൻ പരാതി നൽകൽ, പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്തു പരാതി നൽകൽ, മധ്യസ്ഥതയിലൂടെ തർക്കപരിഹാരം ഇവയെല്ലാം പുതുതായി ഉൾക്കൊള്ളിച്ചവയാണ് കേട്ടോ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമ ഭേദഗതി പ്രകാരം. പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? പോലീസ് മൊഴിയെടുക്കുമ്പോൾ യൂണിഫോമിൽ ആയിരിക്കണം എന്നത് ശരിയല്ല. യൂണിഫോം വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുപോലെ ഇത് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? കേസുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല. മൊഴിയെടുക്കുന്നതിന് കുട്ടിയുടെ താമസ സ്ഥലത്ത് വെച്ചായിരിക്കണം. ഒരു കാരണവശാലും കുട്ടിയെ രാത്രി തടങ്കലിൽ വെക്കാൻ പാടില്ല. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ന്യൂനപക്ഷ കമ്മീഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ഇനി നമുക്ക് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. നെയ്തർ മിസ്റ്റർ ഗുപ്താസ് സൺ നോർ ഹിസ് ഡോക്ടർ ഡാഷ് ടു ദ ജിം റെഗുലർലി. ഗോസ് ആണ് കേട്ടോ വരുന്നത്. നെയ്തർ മിസ്റ്റർ ഗുപ്താസ് സൺസ് നോർ ഹിസ് ഡോക്ടർ ഗോസ് ടു ദ ജിം റെഗുലർലി. ഇഫ് ഷീ കോൾഡ് മീ ഐ ഡാഷ് ദ പാർട്ടി. ഇഫ് ഷീ കോൾഡ് മീ ഐ വുഡ് attend the party. Dash boy who talked to me yesterday turned out to be my old neighbor's son. The boy who talked to me yesterday turned out to be my old neighbor's son. Next, I would rather have tea dash coffee. I would rather have tea than coffee. അടുത്തത് ഐ ആം ഓൾഡർ ദാൻ യു. ക്വസ്റ്റ്യൻ ടാഗാണ്. ആം വരുമ്പോൾ എന്താണ്? ആറാണ് വരുന്നത്. ആറിൻറ്റ് ഐ. ലിറ്റിൽ ആൻ ഓൾവേസ് ഡാഷ് ടു ഹെർ ഓൾഡർ ബ്രദർ.
Little Anne always looks up to her older brother. Looks up to. Diana's shoes were the perfect dash to her entire outfit. Compliment. Diana's shoes were the perfect compliment to her entire outfit. അടുത്തത് the company gives bonus to his employees only dash because the management is not very generous. The company gives bonus to his employees only once in a blue moon because the management is not very generous. C ആണ് once in a blue moon. അടുത്തത് substitute the underlined phrase with a suitable word from following. Susan does not go to church as she calls herself as someone who does not believe in the existence of God. അതിൽ അണ്ടർലൈൻ വേർഡ് someone who does not believe in the existence of God എന്ന് പറയുന്നത് ആരാണ്? എത്തിസ്റ്റ് ആണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ സെയിം മീനിങ് ഓഫ് കംപ്ലീറ്റ്? ഹോൾ ആണ് കംപ്ലീറ്റ് വരുന്നത്. അടുത്തത് ശരിയായ വാക്യമാണ് ചോദിച്ചിരിക്കുന്നത്. യഥാസമയത്ത് എത്തിച്ചേർന്നു. ഓരോ വീട് തോറും കയറി പ്രചരണം നടത്തി. ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ഒരുപക്ഷെ ഞാൻ വന്നെന്നു വരാം. ഇതിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ശരിയല്ലാത്ത രൂപം ജാള്യത. മകൾ എന്ന അർത്ഥമുള്ള പദമാണ് തനയ. രവം വിപരീത പദം നീരവം. അന്ധ പ്ലസ് ചിത്രം ചേർത്തെഴുതുമ്പോൾ അന്തശ്ചിത്രം. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ഒറ്റപ്പദമാണ് ജിജ്ഞാസു. കിങ്കരൻ സ്ത്രീലിംഗം എഴുതുക കിങ്കരി. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് മിടുക്കർ. അടുത്തത് വാക്മയം പിരിച്ചെഴുതുമ്പോൾ വാക് അധിക് മയം. നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ലാണ് കുരുടന്മാരോടരുത് എന്നത്. ഇന്ന് നമ്മൾ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് കണ്ടത്. അതിൽ GK കറണ്ട് അഫേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ മലയാളവും ഇംഗ്ലീഷുമാണ് ചെയ്തത്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു തവണ നമ്മൾ കേട്ടാൽ നമുക്കൊരു 10 ക്വസ്റ്റ്യനെങ്കിലും കിട്ടും. അപ്പോൾ നമ്മളൊരു 10 ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷുവറായിട്ടും അതിൽ നിന്നൊരു 10-20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ എല്ലാവരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്ലാസ്സുകൾ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.